എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് വൈകുന്നേരം 3 മണിയോടെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഓൾറെഡി ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇന്നലെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ തന്നെ ഓൾറെഡി ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച സമയത്ത് പല വിദ്യാർത്ഥികളും ഈ ഒരു ഫീ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ആ ഒരു ഫീ പേയ്മെൻറ്റ് നഷ്ടപ്പെടുമോ എന്നുള്ളത് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംശയമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഓൾറെഡി ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു ഫീ പേയ്മെൻറ്റ് അത് ലഭിച്ചതല്ല, നിങ്ങൾ അടച്ച ആ ഒരു ഫീ പേയ്മെൻറ്റ് നഷ്ടപ്പെടുന്നതല്ല. നിങ്ങൾക്ക് ഇനി മറ്റൊരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നുള്ളത് വെബ്സൈറ്റിൽ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് കാൻഡിഡേറ്റ് who have already paid the token fee on 19/8/2024 should not pay the fee again. അതായത് നിങ്ങൾ ഈ ഒരു 19-ാം തീയതി അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, അതായത് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഇനി വീണ്ടും ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നിങ്ങൾ ഓൾറെഡി ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്തതായിട്ട് നിങ്ങളുടെ ആ ഒരു പേജിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫീ പേയ്മെൻറ്റിൻ്റെ ആ ഒരു സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അതിൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ്സ് എന്നുള്ള ആ ഒരു ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന സൈഡിലായിട്ടുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ആ ഒരു ഫീ പേയ്മെൻറ്റ് റെസിപ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അതിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് ഒന്നും കാണുന്നില്ല എന്നുള്ളത്. അപ്പോൾ അത് ഇന്നലെയുള്ള ഈ ഒരു പ്രോബ്ലം കൊണ്ടാണ് അത് വന്നിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഇന്ന് വൈകുന്നേരത്തോടെ ആ ഒരു പ്രോബ്ലങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു അലോട്ട്മെൻറ്റ് താൽക്കാലികമായിട്ട് നിർത്തിവെച്ചത് കൊണ്ടാണ് ആ ഒരു ഭാഗങ്ങളൊക്കെ അത് നിങ്ങൾക്ക് ആ ഒരു പേജിൽ നിന്നും കാണാനായിട്ട് സാധിക്കാതെ വരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇന്നലെ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഡേറ്റ് ആ ഒരു സമയം കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് പിന്നീട് അവിടെ ഓപ്ഷൻ നൽകാനുള്ള ലിങ്കോ മറ്റു കാര്യങ്ങളോ നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ അത് ജസ്റ്റ് ഒന്ന് ആ ഒരു പേജ് ജസ്റ്റ് ഒന്ന് ഈ ഒരു അലോട്ട്മെൻറ്റ് വീണ്ടും പ്രസിദ്ധീകരിക്കുന്നത് കൊണ്ട് അത് ആ ഒരു ഭാഗം ജസ്റ്റ് ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് കാണുന്നില്ല എന്നുള്ളത് പല വിദ്യാർത്ഥികളും പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ മുമ്പ് നൽകിയിട്ടുള്ള ഓപ്ഷൻസിൽ കുറേ കാണുന്നില്ല, അല്ലെങ്കിൽ ഓപ്ഷൻസ് ഒന്നും കാണുന്നില്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് നിലവിൽ വെബ്സൈറ്റിൽ നിന്നും ഒഴിവാക്കിയതല്ല, ജസ്റ്റ് ആ ഒരു ഭാഗം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടക്കുന്നത് കൊണ്ട് തന്നെ, അതായത് വീണ്ടും പ്രസിദ്ധീകരിക്കുന്നത് കൊണ്ട് ജസ്റ്റ് അത് ഒഴിവാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പേജിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഘട്ടത്തിലായിരിക്കും നിങ്ങൾക്ക് ആ ഒരു പേജിൽ നിങ്ങൾ നൽകിയുള്ള ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകിച്ച് അത് പേടിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇന്ന് വൈകുന്നേരം 3 മണിയോടെ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം 3 മണിക്ക് ശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വന്ന ശേഷം നിങ്ങൾ വീണ്ടും അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുക. നിങ്ങൾ മുമ്പ് അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്ത സെയിം രീതിയിൽ തന്നെ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യേണ്ടത്. അതായത് ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കാവുന്നതും, അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരികയും ചെയ്യുന്നതാണ്. ഓൾറെഡി ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികൾ വീണ്ടും ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുവരെ ഫീ പേയ്മെൻറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികൾ മാത്രമേ ആ ഒരു ഘട്ടത്തിൽ വീണ്ടും, അതായത് ആദ്യമായിട്ട് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതും, ഓൾറെഡി ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസിൽ നിങ്ങൾ ഓൾറെഡി അടച്ച ആ ഒരു ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് വന്നിട്ടുള്ളതും കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് അടച്ചത് നഷ്ടപ്പെടുമോ എന്നുള്ളത് പ്രത്യേകിച്ച് പേടിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. അതുപോലെ തന്നെ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനും, അതുപോലെ വേണ്ടാത്ത ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസും ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ എന്താണെന്ന് ഈ ഒരു ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ഓപ്ഷനിലേക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുകയാണ് എങ്കിൽ അതിൻ്റെ മുകളിലുള്ള ഓപ്ഷനുകളെയാണ് ഈ ഒരു ഹയർ ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ,
അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത് എന്ന് കരുതുക. അപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ ഇതിൻ്റെ ഹയർ ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് 1 മുതൽ 4 വരെയുള്ള ഓപ്ഷനുകളെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയും അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുകളിലുള്ള മറ്റു ഓപ്ഷനെ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാനും റീഅറേഞ്ച് ചെയ്യാനും ഒക്കെയുള്ള സൗകര്യം ഉണ്ടാകും. അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾ മാത്രമേ ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടതായിട്ടുള്ളൂ. അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതിന് മുകളിലുള്ള ഹയർ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻസ് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ റീഅറേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഹയർ ഓപ്ഷൻ നിലനിർത്തുകയാണെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഹയർ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആദ്യം ലഭിച്ച അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യപ്പെടുന്നത് പിന്നീട് പുതുതായിട്ട് എവിടെയാണോ കിട്ടിയത് അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നതും ആയിരിക്കും. അതേസമയം ഹയർ ഓപ്ഷൻ നിലനിർത്തുകയും എന്നാൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസിലേക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ അലോട്ട്മെൻറ്റ് കിട്ടാതിരിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് നിലവിൽ എവിടെയാണോ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് ആ ഒരു കോളേജിൽ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും അലോട്ട്മെൻറ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നിലവിൽ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ഓപ്ഷൻ ചേഞ്ച് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.